എല്ലാവർക്കും നമസ്കാരം. എൻജി സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 BA ഇംഗ്ലീഷിന്റെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അഥവാ EVS എന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീനിങ് ദ എർത്ത് എന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 1 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എ മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട് എന്ന ടോപ്പിക്കാണ് പറയുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് 1.1 ഇൻട്രൊഡക്ഷൻ. Our planet Earth was formed 4.5 billion years ago and life on it is approximately 3.5 billion years old. അപ്പൊ നമ്മുടെ എർത്ത്, നമ്മുടെ ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ 64 ഇയേഴ്സ് ഒരു ആവറേജ് കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ എർത്ത് 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ആൻഡ് അത്രയും പഴക്കമുള്ള എർത്തിൽ 3.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് സംഭവിക്കുന്നത്, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓവർ ദ പാസ്റ്റ് ഹാഫ് എ ബില്യൺ ഇയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാസ്റ്റ് ഹാഫ് എ ബില്യൺ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ലിവിംഗ് ഓർഗാനിസംസ് ഓൺ എർത്ത് വെർ നിയർലി വൈപ്ഡ് ഔട്ട് 5 ടൈംസ്. 5 തവണയാണ് ലിവിംഗ് ഓർഗാനിസം എർത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വാനിഷ് ചെയ്യുന്നതിന്റെ വക്കോളം എത്തി നിന്നത്. ആൻഡ് അതിന്റെയൊക്കെ കാരണങ്ങൾ എന്തായിരിക്കാം? ചിലപ്പോൾ ക്ലൈമാറ്റിക് അപ്ഹേവൽസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ് ഐസ് ഏജ്. നമുക്ക് ആ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഐസ് ഏജ് മൂവീസിലൊക്കെ കാണിക്കുന്നത് എർത്ത് ഫുൾ എന്താണ് ഐസ് ആയിട്ട് കവർ ചെയ്തിരുന്ന ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ഐസ് ഏജ്. ആൻഡ് വോൾക്കാനിക് എറപ്ഷൻസ്, ചിലപ്പോൾ നമ്മൾ ഹ്യൂജ് വോൾക്കാനോസ് ഒക്കെ എറപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ആ ഒരു ഡസ്റ്റ് ക്ലൗഡ്സ് കാരണം ആ ഒരു സൺറൈസിലേക്ക് ഭൂമിയിലേക്ക് എത്താൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ആൻഡ് അത് കാരണം ഉണ്ടാകുന്ന ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കാതെ അത് കാരണം ഉണ്ടാകുന്ന എന്താണ് എക്സ്റ്റൻഷൻസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ 65 മില്യൺ ഇയേഴ്സ് എഗോ ഡൈനോസോർസ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആ ഒരു മീറ്റർ സ്ട്രൈക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല നാച്ചുറൽ ഫിനോമിനൻസ് കാരണം അല്ലെങ്കിൽ പല നാച്ചുറൽ കോസസ് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ ദ പാസ്റ്റ് ഹാഫ് എ ബില്യൺ ഇയേഴ്സ് നിയർലി 5 ടൈംസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ലിവിംഗ് ഓർഗാനിസംസ് ഓൺ എർത്ത് എന്ത് ചെയ്യുന്നത്, മാസ് എക്സ്റ്റൻഷന്റെ വക്കോളം അല്ലെങ്കിൽ മാസ് എക്സ്റ്റൻഷൻസിന് വിധേയമായിട്ടുള്ളത്. ആൻഡ് known as the Big Five mass extinctions, these were natural phenomena that decided further presence of life on Earth. And observing critical signs manifest in our biosphere, scientists warn us that we are now on the precipice of a sixth apocalypse. The difference is that this one is exclusively caused by human beings and their unsustainable exploitation of the Earth's natural resources. അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റലിസ്റ്റ് ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ബയോസ്പിയർ മീൻസ് നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് അതിനെ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിന്റെ വക്കിലാണ്, ഒരു സിക്സ്ത് അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ ഒരു സിക്സ്ത് മാസ് എക്സ്റ്റൻഷന്റെ വക്കിലാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ ജനറേഷൻ എല്ലാം നിൽക്കുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദിസ് വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി കോസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദെയർ അൺസസ്റ്റൈനബിൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ എർത്ത് നാച്ചുറൽ റിസോഴ്സസ്, അല്ലെങ്കിൽ ഭൂമിയുടെ പ്രകൃതി വിഭവങ്ങളെ അൺകൺട്രോളബിളും അൺസസ്റ്റൈനബിളുമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുന്നത് കാരണമായിട്ട് ഹ്യൂമൻ ബീങ്സ് തന്നെ കോസ് ചെയ്തതാണ് ഏത്, ഈ ഇനി വരാൻ പോകുന്ന സിക്സ്ത് അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ സിക്സ്ത് മാസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് എല്ലാം പറഞ്ഞു വെക്കുന്നത് എന്താണ്, നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ എല്ലാം ഒരു സിക്സ്ത് മാസ് എക്സ്റ്റൻഷന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് ദിസ് വൺ മുമ്പുള്ളതിനേക്കാൾ അല്ലെങ്കിൽ മുമ്പുണ്ടായിട്ടുള്ള എക്സ്റ്റൻഷൻസിൽ നിന്ന് അല്ലെങ്കിൽ മാസ് എക്സ്റ്റൻഷൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ എന്താണ്, ഇത് മാൻമെയ്ഡ് ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആണ് ഇത് കോസ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് തിയററ്റിക്കലി എന്താണ്, വി ആർ ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് ബാഡ് ഫോർ അവർ എൻവയോൺമെന്റ്. സോ എന്താണ് ആ ബാഡ് തിങ്സ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. സോ അത് പഠിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. ആൻഡ് ഇവിടെയാണ് എന്ത് വരുന്നത്, എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. സോ ദിസ് ബ്രിങ്സ് us to the significance of environmental studies, the science that investigates and creates an awareness of our environment in an empirical manner. Empirical manner means it is not based on theories or other things like that, but it is based on experiments and observations. അല്ലെങ്കിൽ എന്താണ്, നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അന്വേഷിക്കുക. ആൻഡ് ഈ അന്വേഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യുക, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഒരു മെയിൻ എയിം, environmental studies in the main aim. And environmental scientists identify hazardous conditions and issue timely warning and suggest viable remedies. നമ്മുടെ environmental scientistകൾ എന്ത് ചെയ്യുന്നു, they identify hazardous conditions. നമ്മളിപ്പോ എന്തെങ്കിലും
നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ അവരെന്ത് ചെയ്യുന്നു, അവർ ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് ദ ഇഷ്യൂ ടൈംലി വാർണിംഗ്. ആ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നു. ആൻഡ് ദേ ഓൾസോ എന്ത് ചെയ്യുന്നു, ദേ സജസ്റ്റ് വയബിൾ റെമഡീസ്, അതിനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പോംവഴി എന്ത് ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യുന്നു. Unpolluted air to breathe, uncontaminated water to drink, nutritious food to eat, and hygienic conditions to live in are imperative or compulsory to the survival of the human race. അല്ലെങ്കിൽ എന്താണ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് തന്നെ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങളാണ് എന്തൊക്കെ? അൺപൊല്യൂട്ടഡ് എയർ ടു ബ്രീത്ത്, അല്ലെങ്കിൽ എന്താണ്, ശുദ്ധമായ വായു. അൺകണ്ടാമിനേറ്റഡ് വാട്ടർ ടു ഡ്രിങ്ക്, ശുദ്ധമായ ജലം. ന്യൂട്രീഷ്യസ് ഫുഡ് ടു ഈറ്റ്, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ പോഷക സമൃദ്ധമായ ആഹാരം. ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ടു ലിവ് ഇൻ, വൃത്തിയുള്ള ഒരു എന്താണ്, ജീവിക്കാനായിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലം. ഇത്രയുമാണ് എന്ത്, ഒരു ഹ്യൂമൻ റേസിന് സർവൈവ് ചെയ്യാനായിട്ട് കമ്പൾസറി അല്ലെങ്കിൽ എന്താണ്, മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ലോകത്ത് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ്, എയർ പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ എന്താണ് ലങ് ഡിസീസസ് കാരണം മരിക്കുന്ന ആൾക്കാർ ഉണ്ട്. നമ്മളിപ്പോ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഡൽഹിയിലും ഒക്കെ എന്താണ് ആൾക്കാർ, നമ്മളിപ്പോ കൊറോണ ആയപ്പോഴാണ് മാസ്ക് ഇട്ട് തുടങ്ങിയിൽ അവർ അതിന് മുമ്പേ മാസ്ക് ഇട്ട് തുടങ്ങിയ ആൾക്കാരാണ്. കാരണം എന്താണ്, അവർക്ക് അത്രയും പൊല്യൂട്ടഡ് ആണ് എയർ. ആൻഡ് അതുപോലെ തന്നെ അൺകണ്ടാമിനേറ്റഡ് വാട്ടർ ടു ഡ്രിങ്ക്. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ അരുവിയും പുഴയും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, നമ്മൾ ആ വെള്ളം കാണുമ്പോൾ എന്തായിരിക്കും, കറുത്ത നിറത്തിലായിരിക്കും വെള്ളം. പച്ച കളറുള്ള വെള്ളം കാണാം, അല്ലെങ്കിൽ എന്താണ് കടല് പോലെ നീല കളറും കാണാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും, പുഴകളിൽ തന്നെ, ഒഴുകുന്ന പുഴകളിൽ തന്നെ എന്തായിരിക്കും, നാറ്റത്തോടെ കറുത്ത നിറത്തിലുള്ള വെള്ളമായിരിക്കും പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്ന് കുറച്ചു നേരം മാസ്ക് ഒക്കെ ഇട്ട് നാറ്റമെല്ലാം അല്ലെങ്കിൽ ആ ഒരു വെള്ളം എല്ലാം നോക്കി നിന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മിനറൽ വാട്ടർ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ജലം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥകൾ നമുക്ക് വരും. പക്ഷെ നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യം, ആ ഒരു റിവർ അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ടൂറിന് പോകണം, അപ്പൊ അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയില് വെള്ളം അഴുക്ക വെള്ളമാണ്, കറുത്ത കളറിലാണ് ഇരിക്കുന്നത്, നമ്മുടെ പെപ്സി കലക്കി ഒഴിച്ചു പോലുള്ള കളറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ വെള്ളം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ അടുത്തുനിന്ന് ഒരു 10-20 രൂപ കൊടുത്ത് മിനറൽ വാട്ടർ ഒരു കുപ്പി വാങ്ങിയിട്ട് നമ്മളത് യൂസ് ചെയ്യും. പക്ഷെ ആ ഒരു പുഴ അല്ലെങ്കിൽ അതിനെ വെച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് അവരുടെ ഡേ ടു ഡേ യൂസിനായിട്ട് ഇതുപോലെ പൈസ കൊടുത്ത് മിനറൽ വാട്ടർ വാങ്ങി യൂസ് ചെയ്യാനൊന്നും പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. സോ എന്ത് ചെയ്തു, അവർക്ക് എന്ത് ചെയ്യും, അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും അസുഖങ്ങൾ, ആ വാട്ടർ കാരണം എന്തെങ്കിലും അസുഖങ്ങളും അതുള്ള കാര്യങ്ങളും വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫ് അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നു, വേഴ്സായി തന്നെ പോകുന്നു. സോ എന്താണ്, അൺകണ്ടാമിനേറ്റഡ് വാട്ടർ ടു ഡ്രിങ്ക്, അൺപൊല്യൂട്ടഡ് എയർ ടു ബ്രീത്ത്, ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ഈറ്റ്, ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ടു ലിവ് ഇൻ ആർ imperative or compulsory to the survival of the human race. However, a hitherto unprecedented selfish plunder of nature to maintain our reckless lifestyles and decremental developmental activities all across the world have had an alarming impact on the environment. നമുക്ക് ഈ ഒരു കാര്യം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കാനായിട്ട് ഇത്രയും അല്ലെങ്കിൽ ശുദ്ധമായ വായുവും വെള്ളവും ഒക്കെ വേണമെന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പുള്ള കാലത്ത് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ജനറേഷൻസ് ഒന്നും കാണാത്ത രീതിയിലുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ളതും സെൽഫിഷ് ആയിട്ടുള്ളതും ഒരു നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ നേച്ചറിനെ തന്നെ ചൂഷണം ചെയ്യും. നമുക്ക് തന്നെ മനസ്സിലറിയാം അങ്ങനെ ചെയ്താൽ അത് നേച്ചറിനും അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റിനെ ബാഡായിട്ട് അഫക്ട് ചെയ്യാമെന്ന് അറിയാമെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, പാറ പൊട്ടിക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. സോ ഇത്തരത്തിലുള്ള സെൽഫിഷ് പ്ലണ്ടർ ഓഫ് നേച്ചർ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിന് അലാമിംഗ് ഇമ്പാക്ട്സ് സംഭവിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ സിഗ്നിഫിക്കൻസ്. ഇത്തരത്തിലുള്ള അലാമിംഗ് ഇമ്പാക്ട്സ് ഓഫ് ദ എൻവയോൺമെന്റ് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ഒരു വയബിൾ റെമഡി കണ്ടുപിടിക്കണം. ആ റെമഡി ജനങ്ങളിലേക്ക് എത്തിക്കണം. ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അൾട്ടിമേറ്റ്ലി എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുവഴി ഹ്യൂമൻ റേസിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ആ 6th മാസ് എക്സ്റ്റിൻഷനിൽ നിന്നും എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, എസ്കേപ്പ് ചെയ്യണം. സോ ഇതാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ സിഗ്നിഫിക്കൻസ്. So next one, definition and scope of
environmental studies. So the environmental studies is a clearly much needed discipline of contemporary significance. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം ആസ് ദ ഗ്രേറ്റ് വൺ സേസ്, വി ലിവ് ഇൻ അല്ലെങ്കിൽ വി ആർ ദ ലാസ്റ്റ് ബെസ്റ്റ് ഹോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി. അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ആണ് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജനറേഷൻ ആണ്. കാരണം എന്താണ്, ഇനി നമ്മളും ചെയ്തില്ല എങ്കിൽ വി വിൽ ഓൾ പെറിഷ്, അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം എന്ത് ചെയ്യാം, മാസ് എക്സ്റ്റിൻഷന്റെ പാർട്ട് ആവാം. സോ ഇറ്റ് ഈസ് ദ മച്ച് നീഡഡ് ഡിസിപ്ലിൻ ഓഫ് കണ്ടംപററി സിഗ്നിഫിക്കൻസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1986, the environment includes water, air and land, and the interrelationship which exists among and between water, air and land and human beings, other living creatures, plants, microorganisms and properties. So എന്താണ് എൻവയോൺമെന്റ് എന്ന് 1986 ഇന്ത്യ ഗവൺമെന്റ് പാസ് ചെയ്ത എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നുണ്ട്. സോ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ടർ, എയർ ആൻഡ് ലാൻഡ്. നമ്മുടെ വെള്ളം, വായു, ഭൂമി, ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻ, ദ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് വാട്ടർ, എയർ ആൻഡ് ലാൻഡ് വിച്ച് എക്സിസ്റ്റ് എമംഗ് ആൻഡ് ബിറ്റ്വീൻ വാട്ടർ, എയർ ആൻഡ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്, അത് ലിവിംഗ് ക്രീച്ചേഴ്സ്, പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ ഈ വെള്ളം, വായു, ഭൂമി ഇവയും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരും, അതർ ലിവിംഗ് ക്രീച്ചേഴ്സ്, ബാക്കിയുള്ള ജീവജാലങ്ങളും, പ്ലാന്റ്സും, അതുപോലെ മൈക്രോ ഓർഗാനിസംസും അവയുടെ പ്രോപ്പർട്ടീസും, ഇതെല്ലാം തമ്മിലുള്ള ഇന്റർ റിലേഷൻസ്, തമ്മിലുള്ളതും ഇവയ്ക്കിടയിലുള്ളതുമായിട്ടുള്ള എല്ലാം നമ്മൾ ചേർത്ത് പറയുന്ന പേരാണെന്ത്? എൻവയോൺമെന്റ്. സോ എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് വാട്ടർ, എയർ ആൻഡ് ലാൻഡ് ആൻഡ് ദ ഇന്റർ റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് എമംഗ് ആൻഡ് ബിറ്റ്വീൻ, അവർ തമ്മിലുള്ളതും അവയ്ക്കിടയിലുള്ളതുമായിട്ടുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ആണെന്ത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ it is the interrelationship between water, air and land and between human beings, other living creatures, plants, microorganisms and their properties. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്നാണ് എവിടെ പറയുന്നത്? നമ്മുടെ 1986 ഇന്ത്യ ഗവൺമെന്റ് പാസ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. And the same act defines an environmental pollutant as any solid, liquid or gaseous substance present in such concentration as may be or tend to be injurious to environment. നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ് എന്ത്? പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. സോ എന്താണ് പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു പൊല്യൂഷന് കോസ് ചെയ്യുന്ന വസ്തു എന്നൊക്കെയുള്ളത് നമ്മുടെ ഈ ഒരു സെയിം 1986 നിലവിൽ വന്ന എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ദ എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് ഹാസ് എനി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? കോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. എക്സാമിന് ചിലപ്പോൾ വാട്ട് ഈസ് എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് അക്കോർഡിംഗ് ടു ദ ലോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കോട്ട് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും കാണാതെ പഠിക്കുക. സോ എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് ഈസ് എനി സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ സച്ച് കോൺസെൻട്രേഷൻ ആസ് മേ ബി ഓർ ടെൻ ടു ബി ഇൻജൂറിയസ് ടു എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഹാനികരമാകാവുന്ന രീതിയിലുള്ള ഉയർന്ന അളവിൽ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഹാനികരമാകാവുന്ന രീതിയിലുള്ള അളവിൽ കാണപ്പെടുന്ന സോളിഡ് ആയിട്ടുള്ളതോ, ലിക്വിഡ് ആയിട്ടുള്ളതോ, ഗേഷ്യസ് ആയിട്ടുള്ളതോ ഏതൊരു വസ്തുവിനെയും എന്തെന്ന് പറയാം? എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് എന്ന് പറയാം. പരിസ്ഥിതിക്ക് ഹാനികരമാകാവുന്ന സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയാം? എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് ആണെന്ന് പറയാം. എന്താണ് അതിന്റെ ഏത് വസ്തു? അതിന്റെ സ്റ്റേറ്റ് അല്ല പ്രധാനം, അതിന്റെ കോൺസെൻട്രേഷൻ. അത് ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഇൻജൂറിയസ് ആവുന്ന കോൺസെൻട്രേഷനിലാണോ എങ്കിൽ അതെന്തായി? അതൊരു എൻവയോൺമെന്റ് പൊല്യൂട്ടന്റ് ആയിട്ട് മാറി. And the environment has 4 dynamic constituents: biotic resources, geophysical and abiotic resources, the life supporting ecosystem and natural phenomena and cycles. അപ്പൊ ഇത് നാലുമാണ് എന്ത്? നമ്മുടെ എൻവയോൺമെന്റിന്റെ 4 ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ the biotic resources, second one geophysical and abiotic resources, third one a life supporting ecosystem, and fourth one a natural phenomena in cycles.
And as we know, biotic and abiotic factors influence the survival and development of organisms. അല്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ബയോട്ടിക് അല്ലെങ്കിൽ ലിവിങ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ലിവിങ് തിങ്സും ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും ഇത് രണ്ടും എന്ത് ചെയ്യാറുണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഓർഗാൻസം അല്ലെങ്കിൽ ഓർഗാൻസത്തിന്റെ അതിന്റെ ഒരു സർവൈവലിനെയും അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ചേനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. The biotic domain comprises all living organisms, their food chain, and their interaction. Abiotic factors include sunlight, soil, air, water, and climate. അപ്പോൾ എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് എന്താണ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു 4 ഡൈനാമിക് കോൺസ്റ്റന്റ്സ് അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അത് കാണാതെ പഠിച്ചേക്കേണ്ടത്. എന്തൊക്കെയാണ് 4 ഡൈനാമിക് കോൺസ്റ്റന്റ്സ് ഓഫ് എൻവയോൺമെന്റ്? ഫസ്റ്റ് വൺ ബയോട്ടിക് റിസോഴ്സസ്, second one geophysical and abiotic resources, third one a life supporting ecosystem, and fourth one natural phenomena in cycles. ഇതിനകത്ത് എന്താണ് ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്? ഇറ്റ് കംപ്രൈസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്, their food chain and interaction. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അവ തമ്മിലുള്ള ഇന്ററാക്ഷനും അവരുടെ ഫുഡ് ചെയിനും എല്ലാം ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബയോട്ടിക് ഡൊമൈൻ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് എബയോട്ടിക് ഫാക്ടേഴ്സ്? ഇറ്റ് ഇൻക്ലൂഡ്സ് സൺലൈറ്റ്, സൂര്യപ്രകാശം, സോയിൽ, എയർ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏതിൽ വരുന്നത്? നോൺ ലിവിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. ആൻഡ് ബൈ എക്കോളജിക്കൽ ബാലൻസ് വി മീൻ ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദെയർ എൻവയോൺമെന്റ്. അപ്പോൾ എന്താണ് എക്കോളജിക്കൽ ബാലൻസ് എന്നും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. സോ എന്താണ് എക്കോളജിക്കൽ ബാലൻസ്? എക്കോളജിക്കൽ ബാലൻസ് മീൻസ് ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദെയർ എൻവയോൺമെന്റ്. ഒരു പരിസ്ഥിതിയിലുള്ള ജീവജാലങ്ങൾ എന്താണ് സമാധാനത്തോടെയും അല്ലെങ്കിൽ എന്താണ് പരസ്പര സഹകരണത്തോടെയും ഒക്കെ പരസ്പര സഹകരണം മീൻസ് കടുവയും മുയലും കൂട്ടുകൂടി നടക്കുക എന്നല്ല. കടുവയ്ക്ക് ആവശ്യത്തിന് ഫുഡും കിട്ടണം, പക്ഷെ മുയലിന് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു പോപ്പുലേഷൻ നിലനിർത്താനും സാധിക്കണം. സോ അത്തരത്തിലുള്ള ഒരു ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഇൻ ദ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ എൻവയോൺമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ എക്കോളജിക്കൽ ബാലൻസ് മീൻസ് ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദെയർ എൻവയോൺമെന്റ്. And organisms respond to changes in their environment by evolutionary adaptations in functional ability, appearance and behavior. ഇപ്പൊ നമ്മുടെ കൊറോണ വൈറസിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ബ്രിട്ടനിൽ പുതിയ രീതി അല്ലെങ്കിൽ പുതിയ ജനറ്റിക് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനറ്റിക് വ്യത്യാസം സംഭവിച്ചുള്ള പുതിയ ഒരു വൈറസ് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ എന്താണ്? അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എവല്യൂഷണറി അഡാപ്റ്റേഷൻസ് നടക്കാറുണ്ട്. അതിന്റെ ആ ഒരു അത് ഏതൊരു എൻവയോൺമെന്റിലാണോ അത് ജീവിക്കുന്നത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എവല്യൂഷണറി ചേഞ്ചസ് അതിന് സംഭവിക്കുന്നു. ആൻഡ് ലൈക്ക് ഫങ്ഷണൽ എബിലിറ്റി, അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർസ്. നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ആ ഒരു ബ്രിട്ടനിലെ കൊറോണ വൈറസിന് എന്ത് ചേഞ്ച് ആണ് എവല്യൂഷനിൽ സംഭവിച്ചത്? അതിന്റെ ഫങ്ഷണൽ എബിലിറ്റി. ബാക്കിയുള്ള കൊറോണ വൈറസിനെക്കാളും അതിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? വളരെ വേഗത്തിൽ 70% വേഗത്തിൽ പടരാനായിട്ട് അതിന് സാധിക്കും. സോ ഇറ്റ് ഈസ് എ ഫങ്ഷണൽ എബിലിറ്റി. കാരണം എന്തായിരിക്കാം? ചിലപ്പോ കൂടുതൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തപ്പോൾ ആ വൈറസിന്റെ സർവൈവലിന് വേണ്ടി ആ വൈറസ് എന്ത് ചെയ്തു? അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു എവല്യൂഷണറി അഡാപ്റ്റേഷൻ അതിന് സംഭവിച്ചു. സോ എന്ത് ചെയ്തു? ഒരു ഫങ്ഷണൽ എബിലിറ്റി നേടി എന്ത് ചെയ്തു? കൂടുതൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ. സോ ഇത്തരത്തിലുള്ള അതിന്റെ എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് സർവൈവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? എവല്യൂഷണറി അഡാപ്റ്റേഷൻസ് ഇൻ ഫങ്ഷണൽ എബിലിറ്റി, അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ നേടുന്നുണ്ട്. And environmental science applies the theories of science, humanities and philosophy to assess these biotic and abiotic resources and ascertain the effects of natural and unnatural processes on the environment. It is an interdisciplinary subject because it brings together knowledge and practices from diverse areas such as life sciences, physics, chemistry, geology, meteorology, medicine, engineering, agriculture, economics, politics, and humanities. It deals with every issue that affects an organism in our planet. So the environmental science applies the theories of science, humanities, and philosophy to access these biotic and abiotic resources and to ascertain the effects of natural and unnatural processes on the
എൻവയോൺമെന്റ്. അപ്പൊ ഈ ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സിനും എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളതും അൺനാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളെയും എന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ളതും ഹ്യൂമാനിറ്റീസും അതുപോലെ ഫിലോസഫിയും ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ എല്ലാം വരുന്ന ഒരു വലിയൊരു ഡൊമൈനാണ് ഇത് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഇന്റർഡിസിപ്ലിനറി സബ്ജക്ട്. Environmental science is an interdisciplinary subject because it brings together knowledge and practices from diverse areas such as life science, physics, chemistry, geology, meteorology, medicine, engineering, agriculture, economics, politics and humanities. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളെ അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പല മേഖലകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള പാർട്ടുകൾ എടുത്തിട്ടുള്ളതാണ് ഏത് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എൻവയോൺമെന്റൽ സയൻസ് ഈസ് ആൻ ഇന്റർഡിസിപ്ലിനറി സബ്ജക്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് എവറി ഇഷ്യൂ ദാറ്റ് അഫക്ട്സ് ആൻ ഓർഗാനിസം ഇൻ അവർ പ്ലാനറ്റ്. ഒരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഏത് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത്.